സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വൈറലായ ഒരു വീഡിയോ ഉണ്ട്. വി.ഡി. സതീശന്റെ തേൻകണി യാത്രയിൽ സതീശന് ഹാരമർപ്പിച്ച ശേഷം സതീശന്റെ കയ്യിൽ ഒരു കുറിപ്പൊരു സ്ത്രീ കൊടുക്കുന്നു. ആ കുറിപ്പ് സതീശൻ വായിച്ചു നോക്കിയ പാടെ അത് വലിച്ചു കീറിക്കളയുന്നു. സതീശൻ ആ കുറിപ്പ് വലിച്ചു കീറിക്കളയുന്നത് കാണിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോകൾ പാറിപ്പറന്ന് നടക്കുന്നത്. കണ്ടോ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഒരു യുവതി നിവേദനം കൊടുത്തിട്ട് അയാൾ കാണിച്ച പണി കണ്ടോ, അതൊന്ന് വായിച്ചു നോക്കി ആ നിമിഷ നേരം കൊണ്ട് തന്നെ അത് കീറിപ്പറിച്ച് കളഞ്ഞു. എത്ര പെട്ടെന്നാണ് സതീശൻ പരിഹാരമുണ്ടാക്കിയത്. സതീശനെ ഈ സതീശൻ ട്രോളുകൾ എന്ന പേരിൽ ആയിരക്കണക്കിന് വീഡിയോകൾ, സതീശൻ കോടിക്കണക്കിന് വീഡിയോകളാണ് PR ഏജൻസിയെ വെച്ച് ഇയാളുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. റീൽസ് അല്ല, റിയൽ വർക്കാണ് കാര്യം എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ഈ റീൽസുകളെല്ലാം പടച്ചുവിടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ആ സതീശൻ ഇന്ന് എത്രയോ പേരുകളാണ് സമൂഹ മാധ്യമത്തിലൂടെ ആളുകൾ വിളിക്കുന്നത്. നുണേശൻ, ചതീശൻ, കേക്കച്ചൻ, ഒതുക്കീശൻ, അങ്ങനെ പിന്നെ പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള പദങ്ങളും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് അത് പറയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ നിവേദനം കൊടുത്ത ആ സ്ത്രീ ഞങ്ങളോടൊരു കാര്യം വെളിപ്പെടുത്തി. അവർ ഞങ്ങളെ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. അവർ വെളിപ്പെടുത്തിയത്, എൻ്റെ പൊന്നു സാറേ, ഈ സമൂഹ മാധ്യമത്തിലൂടെ ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ ഞാൻ നിവേദനം ഒന്നുമല്ല കൊടുത്തത്. ഞാൻ ചെറിയൊരു ചോദ്യമാണ് വി.ഡി. സതീശനോട് ചോദിച്ചത്. അത് കേരളത്തിലെ സകല അമ്മമാരും പെങ്ങന്മാരും സാധാരണക്കാരായ ജനങ്ങളും ചോദിക്കുവാൻ ആഗ്രഹിച്ച ആ ചോദ്യം ഞാൻ നേരിട്ട് പോയി. എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടത്തില്ല എന്നറിയാം. എന്നാൽ ഇങ്ങനെ സ്വീകരിക്കാൻ എന്ന വ്യാജേന ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ കയറ്റിവിടും. അങ്ങനെ ചെന്നപ്പോൾ ഞാൻ ആ കുറിപ്പ് കൊടുത്തു. കുറിപ്പ് എന്താന്ന് സ്വാഭാവികമായിട്ടും അയാൾ വായിക്കുമല്ലോ. എനിക്ക് പറയുവാനുള്ളത് അങ്ങനെയെങ്കിലും ഇയാളോടൊന്ന് പറയണമെന്ന ആഗ്രഹത്താലാണ് ഞാൻ പോയതെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, നിങ്ങൾ എന്തായിരുന്നു ആ കുറിപ്പിൽ എഴുതിയത്? നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമായിരുന്നോ? ഈ സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നത് പോലെ എന്തെങ്കിലും നിവേദനമായിരുന്നോ? ഏതെങ്കിലും പരാതിയായിരുന്നോ? എന്തുമായിരുന്നു നിങ്ങൾ ആ കുറിപ്പിലൂടെ സതീശന് എഴുതി കൊടുത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരി പറയുകയാണ്, എൻ്റെ പൊന്നുസാറേ, ഞാൻ പരാതിയും നിവേദനവും ഒന്നല്ല കൊടുത്തത്. എടാ നാണം കെട്ട സതീശ, പന്ന നായിൻ്റെ മോനെ, നിനക്ക് നാണമുണ്ടോടാ ഈ പ്രഹസനം നടത്താൻ എന്നാണ് ഞാൻ എഴുതി കൊടുത്തത് എന്ന്. അവർ പറഞ്ഞത് സത്യമല്ലേ? ഇവൻ്റെ ഈ കോക്കാമ്പീച്ചി കണ്ട് സഹി കെട്ട ഒരു അമ്മ ഇവനെ ഹാരമണിയിക്കാൻ എന്ന രീതിയിൽ പോയി എഴുതി കൊടുത്തത് മറ്റൊന്നുമല്ല, നിവേദനമൊന്നും ആയിരുന്നില്ല. അത് ഈ അന്തംകമ്മി സൈബർ ഇടങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തയാണ്. അമ്മ എഴുതി കൊടുത്തത്. ഇടം നാണം കെട്ടവനെ, നിനക്ക് ഈ പ്രഹസനം, ആ പദം അൺപാർലമെന്ററി ആയതുകൊണ്ട് എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല. ഇടം നാണം കെട്ട നാറി, നിനക്ക് നാണമില്ലേ? മിടുക്കന്മാരായ ചെറുക്കന്മാരെ ഒതുക്കിയിട്ട് ഇതുപോലുള്ള തേൻകണി യാത്രകൾ നടത്തുവാനെന്ന്. സതീശൻ അത് വായിച്ച പാടെ, വായിക്കാത്ത പാതെ ചുരുട്ടി കൂട്ടി കീറിപ്പറിച്ച്. അന്നേരം അയാളൊരു കാര്യം കൂടെ പറഞ്ഞു. ഇത് വേറെ ആരെങ്കിലും, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. അത് വേറെ ആരെങ്കിലും ഞാൻ ഈ കീറിക്കളഞ്ഞിനെടുത്ത് കൂട്ടിവെച്ച് വായിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ പോയി വിവരം ലീക്കാകരുതെന്ന് കരുതിയാണ് ഞാനിത് കീറിക്കളഞ്ഞതെന്നാണ് നമ്മുടെ നെട്ടൂർ കേക്കച്ചൻ പറഞ്ഞത്. സത്യമാണ്. ഇത് ആരെങ്കിലും കുബുദ്ധികൾ, ഇത് കീറുന്നത് ആളുകൾ ക്യാമറയിൽ വളരെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുബുദ്ധികൾ ഇയാളത് കീറിപ്പറിച്ച് അവിടെ കാണാൻ വിട്ടു കഴിഞ്ഞാൽ ഇവന്മാരത് എടുത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചു വെച്ച് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു വാർത്തയാകും. ആ വാർത്തയാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പറവൂരിലെ നെട്ടൂർ കേക്കച്ചൻ തനിക്ക് കിട്ടിയ ആ മുട്ടൻ തെറി കീറിപ്പറിച്ച് കളഞ്ഞത്. അതും വാർത്തയായി വിവാദമായി ഇപ്പോൾ ഇതാ ഞങ്ങളിലൂടെ അതിൻ്റെ സത്യാവസ്ഥ പുറം ലോകം അറിയുകയും ചെയ്യുന്നു. സതീശ, നെട്ടൂരിലെ പഴയ മണിഞ്ചേത്ത് ടിപ്പുകാരാ, നിനക്ക് നാണമുണ്ടോ? പഴയ മുതുക്കുകളെയെല്ലാം ഈ പഴയ UDF പാഞ്ചാലിയെ കൊണ്ട് പെടുത്തി എല്ലാം സീഡിയിലാക്കി എല്ലാവരെയും തടവിലാക്കിയിട്ട് നിന്റെ കേക്ക് നക്കൽ യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഓർക്കുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അന്തംകമ്മി വിജയൻ കാണാവുന്ന പിറപ്പുകേടുകളും തട്ടിപ്പുകളും എല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സകല ഡിപ്പാർട്ട്മെന്റുകളിലും താൽക്കാലിക ജീവനക്കാരെ കാശ് മേടിച്ച് കെട്ടി തിരികെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചവിട്ടിക്കയറ്റിയേക്കുന്നതിനെ എല്ലാം സ്ഥിരപ്പെടുത്തുവാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യരംഗം താറുമാറായി കിടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുടെ സംഘടനയും ചേർന്ന് നടത്തുന്ന ഈ ആഭാസ സമരത്തിന് കുടപിടിക്കുന്നു. സർജറികൾ അറ്റൻഡർമാർ പോലും ചെയ്യുന്ന അവസ്ഥയാണോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആർക്ക് പോലും അറിയില്ല ആരൊക്കെയാണ് സർജറി കയറി ചെയ്യുന്നത് എന്ന്. ഇത്രയും ദുരവസ്ഥയിൽ പോകുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഒരു യുവതി നിവേദനം കൊടുത്തിട്ട് അയാൾ കാണിച്ച പണി കണ്ടോ, അതൊന്ന് വായിച്ചു നോക്കി ആ നിമിഷ നേരം കൊണ്ട് തന്നെ അത് കീറിക്കളയുന്ന ആ ദൃശ്യം ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. കണ്ടോ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഒരു യുവതി നിവേദനം കൊടുത്തിട്ട് അയാൾ കാണിച്ച പണി കണ്ടോ, അതൊന്ന് വായിച്ചു നോക്കി ആ നിമിഷ നേരം കൊണ്ട് തന്നെ അത് കീറിപ്പറിച്ച് കളഞ്ഞു. എത്ര പെട്ടെന്നാണ് സതീശൻ പരിഹാരമുണ്ടാക്കിയത്. ഇന്ന് രാഹുലിന് നീതി തേടിയുള്ള ആ മിഷൻ 250യുടെ 131ാം ദിനമാണെന്ന് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ മേഴ്സിയാണ്, ഉഴവരെന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് ആപ്പടെ മനസ്സ് മടുത്തു വരികയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഓർത്തു കഴിഞ്ഞിട്ട്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? ഈ പിണറായിയുടെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല കോൺഗ്രസ് കയറി വരുമെന്ന്. കാരണം ഇവരിപ്പം വലിയ വിശ്വാസത്തിലാണ്. കോൺഗ്രസിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ മെജോറിറ്റി കിട്ടി അവർ ഭരണത്തിൽ വരും എന്നുള്ള ഒരു അന്ധമായ ഒരു വിശ്വാസമാണ് അവർക്ക്. അതുകൊണ്ടാണ് അവർ ഇത്രയും തന്റെ അടുത്തോടെയും ധാർഷ്ട്യത്തോടെയും കൂടെ നടക്കുന്നത്. അത് തെറ്റാ. കാരണം എന്താ അറിയാമോ, ഇത് പിണറായി വിജയന് വീണ്ടും മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ ഈ VD സതീശന്റെ നാടകമാണെന്ന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ VD സതീശന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവൻ ഏതായാലും മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ട് യുവമാർക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി രാഹുൽ വിഷയം ശരിക്കും ആളിക്കത്തിച്ച് അത് കോൺഗ്രസിന് ദോഷമാകുന്നവൻ കരുതുന്നു. അതുപോലെ ഈ വിഷയം ആളിക്കത്തിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ ഭരണകൂട വിരുദ്ധ വികാരം മറയ്ക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇവൻ ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ ആ വിപ്ലവമാണ് നടത്തുന്നത്. എന്നിട്ട് അവസാന നിമിഷം ഏലും പ്രവർത്തിക്കുന്നതിന് പകരം ഇവൻ കണ്ടോ VD സതീശൻ ഇവന്റെ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഷോ. എന്തിനാ റോഡ് ഷോ നടക്കുന്നത്? അവരെന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ട് ആ റോഡ് ഷോ നടത്തുന്നതിനായിട്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു വേണ്ടേ അവര് നടക്കാൻ? ഇത് ചുമ്മാ ഒരു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് നടക്കുന്നതിന് തുല്യമല്ലേ അവനിപ്പോ നടക്കുന്നത്? അവന്റെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമുള്ളൂ, എങ്ങനെങ്കിലും പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്. മടുക്കുകയാണ്, മനുഷ്യരും മനസ്സ് മടുത്തു പോവുകയാണ്. ഇതുപോലെ ഇപ്പം എത്ര പേര് വിളിക്കുന്നുണ്ട്, അതുപോലെ വിളിക്കാത്തവർ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒന്ന് പറയണേ, ഇതും കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സതീശൻ, രമേശ് ചെന്നിത്തല ഇതൊക്കെ പിണറായിയുടെ ആൾക്കാരാണ്, കോൺഗ്രസിന്റെ അന്തകരാണ് ഇത് എന്ന് പറയുന്നതല്ല. ഇത് ഈ 5 വർഷത്തെ ഭരണം നമുക്ക് കാണുമ്പോൾ അറിയാം ഇവന് നാവിറക്കാൻ സമയം ഉണ്ടായിരുന്നോ പ്രതിപക്ഷം? അതായത് ഈ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിലുള്ള ആളെക്കാളും ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറയുന്നത് ഈ സതീശനാണ്. അതെ, പിണറായി ഈ സകല ബിസിനസ് ഡീലുകളും എല്ലാ സാധനങ്ങളും വിദേശവുമായി ബന്ധപ്പെട്ടതെല്ലാം അതിന്റെ ഇടനിലക്കാരൻ സതീശനാണ്. സതീശൻ ഇവരുടെ സകല തട്ടിപ്പുകളുടെയും കമ്മീഷൻ മേടിച്ച് ഇവൻ മിണ്ടാതിരിക്കുകയാണ്. ഇതുപോലൊരു നാറിയ പ്രതിപക്ഷം, ശേഷിയില്ലാത്ത പ്രതിപക്ഷം ഇരുന്നത് കൊണ്ട് മാത്രമല്ല ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഇഷ്യൂകള് ഈ പിണറായിക്ക് ഇതുപോലെ പൂന്തുളയാടാനുള്ള അവസരം ഉണ്ടായി കൊടുത്തത് ഈ ഒരൊറ്റ ഇവിടെ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ലേ? ആരാ ഉള്ളത് ഇവിടെ പ്രതിപക്ഷത്തിരിക്കാൻ? 1-2 കുഴൽനാടൻ തുടക്കത്തിലൊന്ന് തുടങ്ങിയതാണ്. പക്ഷെ കുഴൽനാടനെ വരട്ടി, കുഴൽനാടനെ ഇതുപോലെ കേസുകളും ഒക്കെ വെച്ചിട്ട് കുഴൽനാടനെ ഒന്ന് വരട്ടി. ഇനിയിപ്പോ പിന്നെ പൊങ്ങി വരുന്നില്ല. എന്നാൽ ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇതിനെതിരെ ഒന്ന് ചെയ്തുകൂടെ? എന്തിനും ഇവരെല്ലാം സ്ഥാനമോഹികളായിട്ട് നമുക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള ചിന്തയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. എന്തിനാണ് മറ്റുള്ളവരെ താങ്ങിയിട്ട് നമുക്കൊരു സീറ്റും പദവിയും? ആത്മാഭിമാനമല്ല വലുത്. അതാണ് ഇപ്പം പിണറായിയുടെ ആവശ്യമാണ് കെ സുധാകരനെയും രാഹുലിനെയും അതുപോലെ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ, അതായത് ഒറിജിനൽ കോൺഗ്രസ്സുകാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിണറായിയുടെ ലക്ഷ്യം. അതിന് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന സതീശൻ എങ്ങനെയൊന്ന്
പുറത്താക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇനി ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി അന്നേരം ജനങ്ങൾ തിരിച്ചറിയണം. അന്നേരം ഇവനെ എന്ത് വില കൊടുത്തും പറവൂരിൽ വിജയിപ്പിച്ചെടുക്കുവാൻ പിണറായി വിജയൻ ശ്രമിക്കും. കാരണം ഏറ്റവും പിണറായി വിജയന്റെ ആവശ്യമാണ് സതീശനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്തുക, മൂന്നാമതും പിണറായി വിജയൻ ഭരിക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. ശേഷം ഇല്ലാതാക്കാം. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അന്നേരം അതുകൊണ്ട് ഇത്തവണ ചെയ്യേണ്ടുന്നത് പറവൂരിൽ ഇവനെ തോൽപ്പിക്കുക, അതുപോലെ ധർമ്മടത്ത് പിണറായിയും തോൽപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ പരിഹാരമാവും. രണ്ടുപേർക്കും ഇട്ടുമൂടാൻ കാശുണ്ട്, ചവറ് പോലെ വലിച്ചെറിയാൻ ഇവർക്ക് കാശുണ്ട്. ഇവര് വഴിക്ക് കാശ് കൊടുത്ത് ഇവര് വാങ്ങിക്കും. യൂട്യൂബേഴ്സിനെ വിളിച്ചെടുത്തിരിക്കുന്നു, പ്രധാന മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു. ആരെങ്കിലും ഇവനെതിരെ പറയുന്നുണ്ടോ? എല്ലാരും ഇവർക്ക് ഒരെണ്ണം പോലെ യൂട്യൂബേഴ്സ് വരെ, ഈവൻ ക്രൈമിന്റെ ഒക്കെ നമുക്കൊരു പ്രതീക്ഷ ഉള്ളതായിരുന്നു. ഈവൻ അവര് പോലും സത്യം മനസ്സിലാക്കണില്ലെന്നുള്ളതാണ്. അതാ പറഞ്ഞ ഇവൻ സകലരെയും വിലക്കെടുത്ത്, ഇവർ രണ്ടു കൂട്ടരും ഇവിടുത്തെ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇവരുടെ തിരക്കഥയ്ക്കനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് എന്ന് സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയേക്കുന്നത്. ജനങ്ങൾ ഇതിലൂടെ സത്യം അറിയണം. പക്ഷെ ഇത്രയും നമ്മൾ പ്രതികരിച്ചിട്ടും ഇവരുടെ ധാർഷ്ട്യം കണ്ടില്ലേ? അല്ല, എന്ത് ധാർഷ്ട്യം അല്ല, തിരഞ്ഞെടുപ്പ് വരികയല്ലേ. അന്നേരം നമ്മുടെ കയ്യിലല്ലേ അവസരം ഇരിക്കുന്നത്. അതിന് ആളുകളൊന്നും വരണ്ടതോ ആശങ്കപ്പെടേണ്ടയോ യാതൊരു കാര്യവുമില്ല. ഇവന്മാരുടെ കയ്യിലുള്ള കള്ളപ്പണം വെച്ച് എന്ത് തരികടകളും ഡാൻസുകളും മാനിപ്പുലേഷൻ കാണിച്ചാലും അതൊന്നും വിലപ്പോകത്തില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുക. നമ്മൾ പാനിക്കേണ്ട ആവശ്യം ധരിക്കുന്നത് ധാർഷ്ട്യവും കാണിക്കും. അവന്റെ കൈ കാശുള്ളിടത്തോളം കാലം അവന് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കും. അവന് കാണിക്കാൻ പറ്റത്തില്ലേ? കാണിക്കട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുക്കുക. നമ്മൾ ഇവൻ തുള്ളുന്നതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ബേജാറാകേണ്ട കാര്യം എന്തായിരിക്കുന്നേ? ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ രാഹുലിനോട് പറയാനുള്ള ഏക സാധനം പറഞ്ഞാൽ, ഇവന്മാരെ നമ്പി ഇവൻ വിശ്വസിച്ചിരുന്നാൽ ഇവന്റെ രാഷ്ട്രീയ ജീവിതം തീരുമാനം. അവന് രാഹുൽ എവിടെങ്കിലും നിന്ന് പറവൂരിൽ നിൽക്കുക. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും സ്ഥലത്തിൽ സീക്രട്ട് സർവേ നടത്തി രാഹുലിനുള്ള ഭൂരിപക്ഷം ഒന്ന് തെളിയിച്ച് വന്ന് അവിടെ. രാഹുലിനൊരു സീക്രട്ട് സർവേയുടെ ആവശ്യമില്ല. അയാൾ ഇന്ന് ഏത് മണ്ഡലത്തിൽ കേരളത്തിൽ നിന്നാലും വിജയിക്കാൻ പറ്റാവുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അതെ. പക്ഷെ ഇവരുടെയൊക്കെ പണത്തിന് മുൻപിൽ അത്ര വലിച്ചെറിയാനുള്ള പണം ഇയാൾ നിന്നാൽ മാത്രം മതി ജനങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യും. എന്ത് പണം കൊണ്ട് ഇവന്മാര് എന്ത് മാനിപ്പുലേഷൻ നടത്തുന്നു പറഞ്ഞാലും അതിനൊന്നും അപ്പുറത്തേക്ക്. ഇപ്പം ഇവർക്ക് അധികാരമുണ്ട്, കയ്യിൽ പണമുണ്ട്, മാധ്യമങ്ങൾ സകലരും ഒന്നിച്ചു നിന്ന് ഇവനെ വലിച്ചു കീറി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും രാഹുലിന് അവസാനം കണ്ടോ എന്ത് സംഭവിച്ചു? ഇവന്മാർ ഉദ്ദേശിച്ച് നടന്നില്ലല്ലോ. സത്യം ജനങ്ങൾ മനസ്സിലാക്കി. അന്നേരം അതുകൊണ്ട് ഇത്രയും സംഭവിച്ചിട്ടും രാഹുലിന് ഒരു പോറലേറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ രാഹുലിന്റെയാണ്. അത് നോക്കിയും കണ്ട് നിന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് രാഹുൽ എന്ത് തന്നെ ആയാലും രാഹുൽ മത്സരിക്കണം. കാരണം ഈ ഒരു അവസരം പോയാൽ പിന്നെ രാഹുലിന് അവസരം ഇല്ല. ഞാൻ മോഹൻ, എന്റെ പേര്. കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കണം സാറേ. രമേശ് ചെന്നിത്തല, അതേമാതിരി നമ്മുടെ KPCC പ്രസിഡന്റ്, അതേമാതിരി നമ്മുടെ VD സതീശന്റെ ഫോൺ നമ്പർ ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ഫോൺ നമ്പർ ഒന്ന് തരുവെച്ചെങ്കിൽ അവരായിട്ട് നേരിട്ടിട്ട് നമുക്ക് പരിപാടികളുണ്ട് അവതരിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. അല്ല, ഞാൻ തരേണ്ട ആവശ്യമില്ല. ഒന്ന് ഗൂഗിളിൽ VD സതീശൻ പറവൂർ MLA അടിച്ചാൽ ഇയാളുടെ നമ്പർ കിട്ടും. പിന്നെ കിട്ടും. അപ്പൊ താങ്ക് യു. അപ്പൊ അതേമാതിരി സംസാരിക്കാം. പിന്നെ എനിക്ക് ഈ നല്ല കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്. ഈ VD സതീശനോ അല്ലാതെ രമേശ് ചെന്നിത്തലയോ KPCC പ്രസിഡന്റ് എന്നല്ല കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഒരു മനസ്സിലാക്കണം. ജനങ്ങളാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പാലക്കാട് ഇത് കോൺഗ്രസ് പരാജയമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ കണ്ടപ്പുറം തോൽക്കും. ഇവരാരാണ്? ഇവർ കോൺഗ്രസ്സുകാരാണോ? നല്ല കോൺഗ്രസ്സുകാരല്ല ഇവര്. എന്തോ ഒരു വ്യക്തികളുടെ മാത്രമാണോ കോൺഗ്രസ്? ഈ VD സതീശൻ വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി പിന്നെ ഞങ്ങളൊന്ന് ഈ വ്യക്തിഹത്യ ആദ്യം അവസാനിപ്പിക്കണം. കൂട്ടമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു ഇത് കോൺഗ്രസിന് ഉണ്ടാവണം. ഇവരൊന്നും ശരിയല്ല. ഈ VD സതീശനൊന്നും ആള് ശരിയല്ല. ഈ രമേശ് ചെന്നിത്തലയും ശരിയല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് 101% സീറ്റ് കൊടുത്തേ പറ്റൂ. സതീശൻ ഇപ്പോൾ നടത്തുന്ന ഈ പ്രഹസന യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കോൺഗ്രസിനുണ്ടാവും? ഒരു കുന്തും സംഭവിക്കില്ല. കേരളത്തിൽ ഒരു കുന്തും സംഭവിക്കാൻ പാടില്ല സാർ. ഇയാളുടെ വൺമൻ ഷോ ആയിട്ട് ഈ ഷോ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ കണ്ടോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ താൽക്കാലിക നിയമനം ഇവര് സ്ഥിരപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, മറ്റു ഓരോരോ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ പൊക്കൊണ്ടിരിക്കുക. ഇതിനൊന്നും ഈ സതീശന് സമയമില്ല. അവന് PR വർക്ക് നടത്തിയിട്ട് കുറച്ച് വോട്ട് മേടിക്കണം എന്നുള്ള ഇതാണ്.
ഈ PR വർക്ക് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ജനങ്ങളിലേക്ക് ഇറക്കിയിട്ട് അതാ ഞാൻ പറഞ്ഞു, നല്ല നേതാക്കന്മാരെ ഇവർ തഴയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു സാറേ, VD സതീശൻ നിൽക്കണ അവിടെ പറവൂര് കൊണ്ടുപോയിട്ട് ഇവനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തണം. അത് സാറ് പറഞ്ഞത് 101% ശരിയാ. അതായത് ഈ VD സതീശൻ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ടുപോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കണം. ജനങ്ങൾ സാറിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഞങ്ങൾക്ക് സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് സാറ് സംസാരിക്കുന്ന ശബ്ദമാണ് ഞങ്ങളുടെ. ഞാൻ ഇവിടെ കൊല്ലത്തുനിന്ന് വിളിക്കുക. പേര് സുധർമ്മ. AICCയുടെ ലിസ്റ്റ് വന്നപ്പോൾ രാഹുലിന്റെ പേരില്ലല്ലോ. അതെ. അന്നേരം രാഹുലിന് സ്വതന്ത്രനായിട്ട് നിന്നൂടായോ? അതാണ് ജനങ്ങൾ പറയുന്നത്. രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം. രാഹുൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ അഭിപ്രായത്തിൽ പാർട്ടി രാഹുലിന് എന്തെങ്കിലും സീറ്റ് കൊടുത്ത് പിന്നീടായാലും കൊണ്ടുവരുമെന്നുള്ള രാഹുലിന്റെ വിശ്വാസം വെറുതെയാ. അതുകൊണ്ട് രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ രാഹുലിന് AICCക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ കത്തയച്ചുകൂടായോ? രാമാർക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. കോടതിയുടെ ഒബ്സർവേഷൻ പറഞ്ഞു ഇതൊക്കെ ഇവന്മാർ കാണാതിരിക്കുവാണോ? ഇവരുടെ തുടക്കം മുതൽ തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ആ ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ പിണറായിയുടെ സെക്രട്ടറി ശശി അങ്ങാണ്ട് UDFിലോട്ട് വരാൻ പോകുന്നു പറയുന്ന കേട്ട്. അവർക്ക് അതൊക്കെയാണ് ചേരുന്നത്. അല്ല, അന്നേരം അയാളെ അവിടെ ഒറ്റപ്പാലത്ത് അങ്ങാണ്ട് നിർത്തുന്നു പറയുന്ന അയാൾ ഇതേപോലുള്ള കുറ്റം ചെയ്ത ആളല്ലേ? അതൊന്നും അവർക്ക് പ്രശ്നമല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, രാഹുൽ പാലക്കാട് സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്ന് സാറ് രാഹുലിനോട് പറയണം. ഞാൻ പറഞ്ഞതിലുപരി കേരളത്തിലുള്ള സകല ജനങ്ങളും ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ജയിക്കോ തോൽവിയോ ജയോ അത് മനുഷ്യന്റെ ജീവിതത്തിലുള്ളതല്ലയോ. തോറ്റാലും ജയിച്ചാലും നമ്മുടെ സ്വതന്ത്രനായിട്ട് രാഹുൽ നിൽക്കണം. തെറ്റ് ചെയ്യാത്തവരാരും ലോകത്തില്ല. എന്റെ പേര് കിരൺ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കണ്ണൂര്. അപ്പൊ ഞാൻ രാഹുലിന്റെ ഈ വിഷയം ഞാൻ വളരെ ആ വിഷയം ഉണ്ടായപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അതിന്റെ ന്യൂസൊക്കെ കണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ചാനലുകാരെല്ലാം പുള്ളീനെ ഒതുക്കാനാ നോക്കുന്നത് നൈസായിട്ട്. അപ്പം സാറും പിന്നെ ഷാജൻസ്കറിയ എന്ന് പറഞ്ഞ മറുനാടനും ആദ്യം ഇപ്പൊ പുള്ളീന്റെ വാർത്ത കാണുന്നുണ്ട്. ഇപ്പൊ പുള്ളിന്റെ ചാനലിനകത്ത് അങ്ങനെ അത് ഈ ന്യൂസ് കാണുന്നില്ല. ഇപ്പം സതീശനാണ് മിടുക്കൻ എന്ന് പറഞ്ഞാണ് പുള്ളി ഇപ്പൊ ചെയ്യുന്നത്. പുള്ളി ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ലെന്നാണ് ഇപ്പൊ ഷാജന്റെ കണ്ടെത്തൽ. അത് തന്നെ. അപ്പൊ ഞാൻ വളരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാന് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൽ അതായത് ഒരു പാർട്ടിയിലും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഈ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഞാനൊരു 2023-22 കാലഘട്ടത്തിൽ എന്റെ വീട്ടിൽ എപ്പോഴും വാർത്തയൊക്കെ വെക്കുമായിരുന്നേ. അപ്പൊ ആ ഒരു സമയത്ത് ന്യൂസ് അവറും എല്ലാ ചാനലിനകത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കണ്ടപ്പം പുള്ളിന്റെ ഒരു വ്യക്തിത്വത്തിൽ ഭയങ്കര ഒരു ആകർഷണമായിരുന്നു. കാരണം പുള്ളി എല്ലാ വിമർശനങ്ങളും, അതായത് പുള്ളി ഒരു ഡിബേറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിനെ ആർക്കും പുള്ളിക്കിന്റെ അതുമാതിരി പോയിന്റുകളാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളീനെ അല്ല അത്ര നല്ലൊരു നേതാവാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഹാപ്പി പറമ്പിനേക്കാൾ എല്ലാം നല്ലൊരു കഴിവുള്ള ഒരു നേതാവാണ് ഈ രാഹുൽ. എന്നിട്ട് ഈ രാഹുലിനെ നൈസായിട്ട് ഇപ്പം ഈ ഗ്രൂപ്പുകൾ വെച്ച് ഒതുക്കാന്ന് വളരെ ഒരു എന്താ പറയാ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം മൂളയുള്ള യുവാക്കന്മാർക്ക് മനസ്സിലാവും ഇത് എന്നൊക്കെ ഇവിടുന്ന് കളിക്കുന്ന ഇവന്മാരുടെ കളി എന്നാണ്. കിളവന്മാർക്ക് എല്ലാം കൂടെ കയറി ഭരിക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെയും അല്ലെങ്കിൽ യൂത്തന്മാരെ എല്ലാം നൈസായിട്ട് നല്ല ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ പരിചയത്തിൽ തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ കണ്ണൂര് ഭാഗത്തെ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവന് തന്നെ ഉള്ളിന്റെ ഉള്ളില് പാർട്ടിക്കുള്ളിൽ ഭയങ്കര ഒരു ഇതാണ്, ഒരു പാർട്ടിക്കുള്ളിലെ നേതൃത്വത്തിനോട് ഭയങ്കര എതിർപ്പാണ്. ഇത് ഈ സതീശന്റെ പ്രഹസനം കണ്ടോ? ഇപ്പം അതായത് ഇതെല്ലാം ഞാനാണ് പാർട്ടി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയില്ലേ അയാൾക്ക്? ആ പാർട്ടിയെ മുഴുവൻ ഇയാളിലേക്ക് ഏകീകരിക്കുവാനുള്ള ഒരു ശ്രമമല്ലേ ഇപ്പൊ നടത്തുകൊണ്ടിരിക്കുന്നത്? അതെ സാറേ, അതെ. ഞാൻ എന്നിട്ട് ഈ ഒരു വിഷയം ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് പുള്ളീനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഇത് അഭിപ്രായം എന്താ, ഇതെന്താ സംഭവം എന്നറിയാൻ. എന്നിട്ട് ഞാൻ പുള്ളീനെ ഫോൺ വിളിച്ചു, പുള്ളീന്റെ നമ്പർ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതെന്താ സാറേ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാത്തതെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ, സാറ് യാത്രയിലാണ് മോനെ, പിന്നെ വിളിക്കാം. എന്ത് യാത്ര? അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലനെ ഞാൻ വിളിച്ചു. രമേശ് ചെന്നിത്തലനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല. ചാണ്ടിയുമ്മനെ ഫോൺ വിളിച്ചു. അപ്പൊ ചാണ്ടിയുമ്മൻ നൈസായിട്ട് ഫോൺ വെച്ച് തടി തപ്പിപ്പോയിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ചാണ്ടിയുമ്മൻ അതൊന്നും
ഇപ്പൊ ഞാനൊരു അതായത് ഉമ്മൻചാണ്ടി എന്ന മോനെന്ന നിലയിൽ അതായത് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, പക്ഷെ അതൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി ചാണ്ടിയുമ്മനോട് സംസാരിക്കുമ്പോൾ. രാഹുൽ വിഷയത്തിൽ എല്ലാവരും, അത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ, കോൺഗ്രസിലെ യുവനേതാക്കന്മാരായിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, എല്ലാരും ഈ രാഹുലിന്റെ കാര്യത്തിൽ ഒരേ നിലപാടാണ്. കാരണം ഇവനെ ഒരു പൊതുശത്രുവായിട്ട് ഇവന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ സാറേ, ഒരേ നിലപാടാ സാറേ. പക്ഷെ ഞാൻ പിന്നെ നോക്കിയിട്ട് BJP-ക്കാരൊക്കെ പിന്നെ ഭേദമുണ്ട്. ഈ സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഈ കൂടുതലും കുഴികുത്തുന്നത്. കൂടുതലല്ല, സ്വന്തം പാർട്ടിക്കാരാണ് അവനെ കെണിപ്പെടുത്തിയതും ഈ അവസരത്തിൽ പോലും. അതായത് കോടതിയുടെ വിധി വന്നപ്പോൾ പോലും ഉമാർക്ക് കോടതി കണ്ടോ അവസാനം ശരി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് തിരിച്ചാക്രമിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടിയിട്ട് പോലും ഇവന്മാര് മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ. ഇവനെ എന്നിട്ടും ഏതൊക്കെ രീതിയിൽ ശോഭകേടുപെടുത്താൻ സതീശന്റെ ടീമാണ് ഇപ്പൊ അവനെ മറ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കി, അതാക്കി, അതിജീവിതയുടെ മൊഴിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള വീണ്ടും ഈ വിഷയത്തെ ആളിക്കത്തിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നത് VD സതീശന്റെ PR ടീമാണ്. സത്യമാണ് സാറേ, സത്യം. സാറ് പറയുന്നത് വളരെ സത്യം സാറേ. നമ്മൾ അത്യാവശ്യം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഇവന്മാരുടെ ഈ TV കൂടെയുള്ള വാർത്തയും പരിപാടിയും കൂടെ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം അത്യാവശ്യം എല്ലാവരുടെയും ഫോണുണ്ട്. അപ്പം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സാറേ. ഈ പാർട്ടിയുടെ ഇവന്മാര് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക, സ്വന്തം പാർട്ടിയുടെ തന്നെ. ഇലക്ഷൻ ആറാവുമ്പോ നമ്മളെല്ലാം വിചാരിക്കുന്ന ഈ ദുർഭരണം അവസാനിക്കുന്ന കോൺഗ്രസ് ഒന്ന് ഭരണം. അതിനെ ഒരിക്കലും സതീശൻ അനുവദിക്കത്തില്ല. കാരണം പിണറായിയും സതീശനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടുന്നുള്ള ക്രമീകരണങ്ങളാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ നാടകം ഇപ്പോഴും പിടിക്കപ്പെടാതെ പൊക്കൊണ്ടിരിക്കുകയാണ്. 2016 പിണറായിക്ക് വരാനുള്ള അവസരം ഇവൻ ഉണ്ടാക്കി, 2021 തുടർഭരണം ഉറപ്പാക്കി. ഈ ആന്റി ഇൻക്യുമൻസി ഫാക്ടർ ഇപ്പോഴും ഇത്രയും ശക്തമായി നിൽക്കുമ്പോൾ അതിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി സതീശൻ സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് രക്ഷിക്കാൻ രാഹുലിനെ വെട്ടാനിട്ട് കൊടുത്തു. ഇവൻ എന്നിട്ട് തേങ്കണി യാത്രയുമായിട്ട് നടക്കുകയാണ്. അതേപോലെ തന്നെ കെ സുധാകരൻ നല്ലൊരു നേതാവായിരുന്നു. പുള്ളിനെ ഒതുക്കി കളഞ്ഞു. പുള്ളി ഈ കാര്യത്തിൽ പിന്നെയും കുറച്ചും കൂടെ രാഹുലിന് അനുകൂലമായിട്ടൊരു കുറച്ചേലും ഒരു സപ്പോർട്ടുള്ള നേതാവായിരുന്നു. പുള്ളിനെ പണ്ടേ ചവിട്ടി ഒതുക്കി കളഞ്ഞു. പുള്ളിയൊക്കെ ഈ പിണറായിനെ ആരെതിർത്താലും അവരെല്ലാം മെല്ലെ മെല്ലെ പാർട്ടിയിൽ നിന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുക. പിണറായിക്കെതിരെ ആര് പോകാൻ എന്നാലും കോൺഗ്രസിനകത്ത് തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, സതീശനുള്ളിടത്തോളം കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതാം വെള്ളാപ്പള്ളി പറഞ്ഞത് കറക്റ്റാ. പിണറായി വിജയന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് VD സതീശനാ. ഇവരുള്ളിടത്തോളം കാലം പിണറായിക്ക് പേടിക്കണ്ട. സാറേ പുള്ളി ഇലക്ഷൻ നിൽക്കാൻ ചാൻസ് ഉണ്ടോ സാറേ? ആര്? രാഹുൽ നിന്നില്ലേ സ്വതന്ത്രനായിട്ട് നിൽക്കണം. ഇവന്മാര് സീറ്റ് കൊടുത്തില്ലേ എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ബാക്കിയെല്ലാം അയാളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. എന്നെ സപ്പോർട്ടാ സാറേ പുള്ളിക്ക് കിട്ടുന്നത്. ഇത് പുള്ളിക്കെതിരെ ഒന്നും ഒരു ഹെയ്റ്റ് അധികം ഒന്നും കാണുന്നില്ല. പുള്ളിക്ക് മൊത്തം സപ്പോർട്ട്. ഈ പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ, ജനങ്ങൾ മൊത്തം പുള്ളിക്ക് അനുകൂലം. പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരും മുഴുവൻ പാർട്ടിക്കാരും പൊതുജനങ്ങളും രാഹുലിന് സപ്പോർട്ടാ. ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന കുറെ ഈ യുവമാരുടെ ചെരുപ്പ് നക്കികളും മൂടുതാങ്ങികളും മാത്രമാണ് സതീശനെ അനുകൂലിക്കുന്നത്. സതീശന് വേണ്ടി കമന്റ് ഇടുന്നത് പോലും നിങ്ങൾ നോക്കിയേ, പെയ്ഡ് PR ഏജൻസികളാണ് വന്ന് കമന്റ് പോലുന്നത്. രാഹുൽ ഇടുന്ന ഒരു പോസ്റ്റിന്റെ റീച്ച് നോക്കുക. അയാളുടെ ഒരു റീച്ച് എത്ര ലക്ഷങ്ങളാണ് കാണുന്നത്. അതേസമയം ഈ VD സതീശന്റെ എത്രയാ? അയാളുടെ ഫേസ്ബുക്ക് കയറി നോക്കിയേ, ഇയാള് പെയ്ഡ് ഏജൻസികളെ വെച്ചിട്ട് പോലും 250, 350, 1000. എന്റെ സാറേ എന്തൊക്കെ തോന്നിയാസ സാറേ ഈ രാഹുലൊക്കെ സാറേ ഒരു കണക്കിന് ഇത്രയും നന്നായി പാർട്ടീനെ മുന്നോട്ട് കൊണ്ടുവന്ന ചാനൽ ചർച്ചയിലാണല്ലോ ഒരു ഇതില്ലാതെ ഒരു ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന. എന്നിട്ട് അവസാനം ഇലക്ഷൻ ആറായപ്പം എല്ലാ ഇവന്മാരുടെ കൈ കിട്ടി കഴിഞ്ഞപ്പോ പുള്ളീനെ നൈസായിട്ട് തൂത്ത് ദൂരക്കണം. പക്ഷെ അത് ജനങ്ങൾ കാണുന്നില്ലേ? ജനങ്ങൾ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. കാത്തിരിക്കാ ദിവസം വരും. അന്ന് ജനങ്ങള് അവരുടെ കയ്യിലുള്ള ആ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മറുപടി കൊടുക്കുക. അത്രേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.